രാജ്യത്തെ ഏറ്റവും മികച്ച നടൻ നരേന്ദ്രമോദിയാണെന്ന് നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ്. കശ്മീർ ഫയൽസിന് ദേശീയ അവാർഡ് കിട്ടുന്നതും ജയ് ഭീമിന് കിട്ടാത്തതും അജണ്ടയുടെ ഭാഗമാണ്. തൃശൂരിൽ നടക്കുന്ന സർവ്വദേശീയ സാഹിത്യോത്സവത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രകാശ് രാജ്. തൃശൂരിൽ നടക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവത്തിൽ കലയും ജനാധിപത്യവും എന്ന വിഷയത്തിൽ നടന്ന സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് പ്രകാശ് രാജ് ശക്തമായ രാഷ്ട്രീയ നിലപാടുകൾ ആവർത്തിച്ചത്. വലതുപക്ഷ ഫാസിസ്റ്റുകൾ സ്വയം ശക്തരല്ലെന്നും നമ്മുടെ ഭയമാണ് അവരുടെ ശക്തിയായി മാറുന്നത് എന്നും പ്രകാശ് രാജ് പറഞ്ഞു. പലരുടെയും യഥാർത്ഥ രൂപം വ്യക്തമാക്കാൻ വഴിയൊരുക്കിയത് മോദി സർക്കാരാണ്. തോൽക്കാൻ തയ്യാറായാലും നമ്മൾ പോരാടിക്കൊണ്ടേയിരിക്കണം. പോരാട്ടം തുടരാതെ വേറെ വഴിയില്ലെന്നും പ്രകാശ് രാജ് പറഞ്ഞു. Right wing will perish. The point is the wounds inflicted are deeper than flesh. We can reduce the suffering, but we have to fight it out because there is hope. That is the truth. നിർമ്മാണം പൂർത്തിയാക്കാത്ത ഒരു ക്ഷേത്രം തുറന്നുകൊടുത്ത ലോകത്തെ ആദ്യത്തെയാളാണ് നരേന്ദ്രമോദി. കശ്മീർ ഫയൽസിന് ദേശീയ അവാർഡ് കിട്ടുന്നതും ജയ് ഭീമിന് ദേശീയ അവാർഡ് കിട്ടാത്തതും പ്രൊപ്പഗണ്ടയാണ്. ഏറ്റവും മികച്ച നടനാണ് നരേന്ദ്രമോദിയെന്നും പ്രകാശ് രാജ് പരിഹസിച്ചു. മണിപ്പൂരിനു വേണ്ടി സ്വതന്ത്രമായി പ്രതിഷേധിക്കാനോ പലസ്തീന് പിന്തുണ നൽകാനോ ഇവിടെ കഴിയുന്നില്ല. കേരളത്തിലായതുകൊണ്ടാണ് തനിക്ക് ഇത്തരത്തിൽ സംസാരിക്കാൻ വേദി ലഭിക്കുന്നതെന്നും പ്രകാശ് രാജ് കൂട്ടിച്ചേർത്തു. മീഡിയ 1 തൃശൂർ.